ബിഗ് ബോസിലെ പൂമ്പാറ്റകൾ എന്നറിയപ്പെട്ട നമ്മൾ ആദിലയും നൂറയെയും എന്തിനാണ് ബിഗ് ബോസ് രണ്ടാക്കിയത്? അതെ, 5 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആക്കിയതെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അതിലെ ആദ്യത്തെ കാരണം, 2 പേരും ഒന്നിച്ച് കളിക്കുമ്പോൾ നല്ല പവർഫുൾ ആവുന്നുണ്ട്. വ്യത്യസ്തമായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഈ സ്ട്രോങ് കുറച്ച് ഇവരെ 2 പേരും പിരിച്ച് വീക്ക്നെസ് ഏതൊക്കെ ഭാഗത്താണെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇവരെ രണ്ടാക്കിയത്. രണ്ടാമത്തത്, ഫിസിക്കൽ ഗെയിമിൽ ആതിരയും മെൻ്റൽ ഗെയിമിൽ നൂറയും വളരെ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇവർ 2 പേരെയും രണ്ടാക്കി. ഇതിൽ ആരാണ് കൂടുതൽ ഗെയിമർ എന്നറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ആക്കിയതെന്ന് നമുക്ക് ഊഹിക്കാം. മൂന്നാമത്തെ റീസൺ, നമുക്കറിയാം LGBTQ കമ്മ്യൂണിറ്റി ഇവരെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വോട്ട് എന്തായാലും ഇവർ വോട്ടിങ്ങിൽ ഫസ്റ്റ് റാങ്കിലെത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഈ വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തത്. ആൻഡ് നാലാമത്തെ റീസൺ, നമ്മളൊക്കെ ഫാനായിട്ടുള്ള ഫാൻസ് അസോസിയേഷൻസ് കൂടുതൽ വന്നിട്ടുള്ള നൂറയ്ക്കും ആദിലയ്ക്കും പിരിച്ചു കഴിഞ്ഞാൽ ഫാൻസ് നൂറയുടെ കൂടെ നിൽക്കുമോ ആദിലയുടെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അവിടെ ഒരാൾക്ക് വോട്ട് കൂടും, ഒരാൾക്ക് വോട്ട് കുറയും. അപ്പോൾ അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ആക്കിയത്. ആൻഡ് അഞ്ചാമത്തെ, അതെ, ഏറ്റവും വലിയ റീസൺ, ഇവരെ രണ്ടാക്കി ഈ ടീമിൽ നിന്ന് വേർപ്പെടുത്തി സ്പ്ലിറ്റാക്കി ഇവർ തമ്മിൽ അടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇവരുടെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ് ഗൈസ്. ബിഗ് ബോസ് ഇവരെ തമ്മിൽ വേർപിരിക്കുമോ? ഇവർ പുറത്തിറങ്ങുമ്പോൾ രണ്ടാൾക്കാരായിട്ട് മാറുമോ എന്ന് നമുക്ക് കാണാം.